വൈദ്യുതിയില്ല, ശമ്പളമില്ല. അടച്ചുപൂട്ടാനൊരുങ്ങി കേരളത്തിലെ ആദ്യ ഹൈടെക് ബാംബു ഫ്ലോറിംഗ് ടൈൽ നിർമ്മാണ ഫാക്ടറി. ബാംബു കോർപ്പറേഷന് കീഴിലെ കോഴിക്കോട് നല്ലളത്ത് പ്രവർത്തിക്കുന്ന ഫാക്ടറിയാണ് സർക്കാർ സഹായം ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. 2011 എളമരം കരീം വ്യവസായ മന്ത്രിയായിരിക്കെ തുടങ്ങിയ അഭിമാന പദ്ധതി 2016 തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ട വ്യവസായം 13 വർഷങ്ങൾക്കിപ്പുറം വൈദ്യുതി പോലുമില്ലാതെ പൂട്ടാനൊരുങ്ങുകയാണ് ഈ സ്ഥാപനം. പേരിനൊപ്പം ഹൈടെക് ഉണ്ടെങ്കിലും ഈ കാണുന്ന ചെറിയ ജനറേറ്റർ ഓഫായാൽ ഫാക്ടറി പൂട്ടേണ്ടി വരും. 34 ലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ KSEB ഫ്യൂസ് ഊരിയിട്ട് 3 മാസമായി. 7 മാസമായി തൊഴിലാളികൾക്ക് ശമ്പളവുമില്ല. 27 തൊഴിലാളികളുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും അവധിയെടുത്ത് മറ്റ് ജോലികൾക്ക് പോയാണ് കുടുംബം പോറ്റുന്നത്. ഭൂമി പാട്ടത്തിനെടുത്ത വകയിൽ കോഴിക്കോട് കോർപ്പറേഷന് ലക്ഷങ്ങൾ നൽകാനുമുണ്ട്. PF തുകയും മുടങ്ങി. അതായത് അവിടെ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടന എന്ന് പറയുന്നത് CITU സംഘടനയാണ്. ആ സംഘടനയിൽപ്പെട്ട ആളുകൾ പോലും അവർ മനസ്സുരുകി ജീവിക്കുക. അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല. സംഘടനാ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എല്ലാം സഹിച്ച് എല്ലാം പേറി ഇന്ന് ആ സ്ഥാപനം നശിച്ചിട്ട് പോലും അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. മുള കൊണ്ടുള്ള തറയോടിനും മറ്റു ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ ഫാക്ടറി തേടിയെത്താറുണ്ടെങ്കിലും നിസ്സഹായരായി കൈമലർത്തുകയാണ് ജീവനക്കാർ. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.